ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മേക്കപ്പ് വീഡിയോ ഒന്ന് നോക്കാവേ. വളരെ സിമ്പിളായിട്ട് ആണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് നോക്കാം. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റെഡി ആവുന്ന ഒരു മേക്കപ്പ് വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കിറ്റ് മേക്കപ്പ് ഇത് ബാഗ് ഇതാണ്. അപ്പോൾ ഇതിലുള്ളത് നമുക്കൊന്ന് നോക്കാവേ. ഇതിൽ ഞാൻ റിനീഡ ലിപ്സ്റ്റിക് ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡുകളെല്ലാം മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ട്രാവലിംഗ് കിറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അടുത്തത് ഫൗണ്ടേഷൻ ക്രീമുണ്ട്. ഫൗണ്ടേഷൻ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഫേസസ് കാനഡയുടെ 3 in 1 ആണ്. അപ്പോൾ ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. നമുക്ക് വേറെ എക്സ്ട്രാ ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല. പിന്നെ മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ഇത് കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ. പിന്നെ ഐക്ക് ഞാൻ ഒരു ഐ സ്റ്റിക്ക് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ്. അപ്പോൾ ഞാൻ മേക്കപ്പിന് കൊണ്ടുവന്നിരിക്കുന്ന ബോക്സുകൾ രണ്ടും ഒന്ന് നോക്കാവേ. ഒന്നിൽ ഞാൻ കുറച്ചൊരു ഓർണമെൻറ്റ്സ് എല്ലാം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 4 to 5 days അല്ലെങ്കിൽ 1 വീക്കുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാവും. അടുത്തത് നമുക്കുള്ള ഇത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ക്രീം, പിന്നെ ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ്, പിന്നെ റിനീഡ് ലിപ്സ്റ്റിക്ക്. ഒരു എക്സ്ട്രാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക് കൂടി ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാനപ്പോൾ ഈ ട്രാവലിംഗ് ടൈമിൽ അധികവും കൊണ്ടുനടക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. നമ്മൾ ആദ്യം ഒരു മോയ്സ്ചറൈസർ ഇടുന്നു. ഇത് ഒരു ഫോക്സ് ടെയിലിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് ഞാൻ ഫേസിൽ അങ്ങനെ ഡോട്ടായിട്ട് തേച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാവേ. എപ്പോഴും ഇത് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കീഴേന്ന് മേലോട്ടാണ്. അതുപോലെ നന്നായിട്ട് അത് തേച്ച് പിടിപ്പിക്കുക. ഓരോ ക്രീമുകളും നമുക്കങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം. ഫൗണ്ടേഷന് മാത്രം നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ബ്രഷ് കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ബ്രഷ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, സൺസ്ക്രീൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ മോയ്സ്ചറൈസിന് ശേഷം സൺസ്ക്രീനും അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഡോട്ടായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫിംഗേഴ്സ് വെച്ച് മസാജ് ചെയ്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം സ്കിന്നിൽ. സൺസ്ക്രീനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫോക്സ് ടെയിലിൻ്റെ ക്രീമാണ്. ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഏകദേശം ഒരു 2 വർഷത്തിലേറെയായിട്ട് ഈ ഫോക്സ് ടെയിലിൻ്റെ ക്രീം തന്നെയാണ് ഉപയോഗിക്കുന്നത്, സൺസ്ക്രീനും അതുപോലെ മോയ്സ്ചറൈസറുമായിട്ട്. നമുക്ക് ഒരു ബ്രാൻഡ് സെറ്റായിട്ടുണ്ടെങ്കിൽ അതേ ക്രീം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അത് മാറ്റി നമ്മൾ മറ്റ് ബ്രാൻഡഡ് സാധനങ്ങൾ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കത് സെറ്റാകാതെ ഇരിക്കും. അതുപോലെ ഫൗണ്ടേഷൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫേസസ് കാനഡയുടെ. ഇത് ഫേസസ് കാനഡയുടെ 3 in 1 ഫൗണ്ടേഷൻ ക്രീമാണ്. ഇതിൽ നമുക്ക് സ്ട്രോബ് ക്രീമും ഫൗണ്ടേഷനും പ്രൈമറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. ഇതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതി കേട്ടോ. ഇത് ആദ്യം നമ്മൾ മൂക്കിൻ്റെ ഇതിൽ കൊടുക്കുന്നു. പിന്നെ ഡോട്ട്. അപ്പം നമ്മളിങ്ങനെ ഡോട്ടായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫിംഗേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് നല്ല ഗ്ലോയിങ് ആയിട്ട് കിട്ടത്തുള്ളൂ. സാധാരണ ഫിംഗേഴ്സ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത്തവണ ഞങ്ങൾ കുറച്ചൊരു ട്രാവലിങ്ങിലാണ്, അതുകൊണ്ടിട്ട് ഞാൻ ബ്രഷ് എടുക്കാൻ വേറെ മറന്നുപോയി. അതുകൊണ്ടിട്ട് ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് മാത്രമാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അതേ കുറച്ചധികം സമയം നമ്മൾ മസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം ഞാൻ ഐയുടെ മേക്കപ്പിലോട്ട് പോവുകയാണേ. ഐക്ക് ഞാൻ സ്പെഷ്യലായിട്ട് നിറയെ മേക്കപ്പൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കീഴെ ലോവർ ലിഡിൽ ഒരു ഐലൈനർ, ഒരു
ഐ സ്റ്റിക്ക് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കീഴെ മാത്രം ലോവർ ലിഡിൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പർ ലിഡിൽ ഞാൻ ഒന്നും എഴുതുന്നില്ലേ. അപ്പർ ലിഡിൽ എഴുതുവാണെങ്കിൽ നമുക്ക് കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കും. പക്ഷേ സാധാരണ ഞാൻ ലോവർ ലിഡിൽ മാത്രമേ എഴുതാറുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമാണ് ചെറിയ കണ്ണാണെങ്കിൽ അപ്പർ ലിഡ് കൂടെ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ലോവർ ലിഡിൽ മാത്രമായിട്ട് ഒന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ കണ്ണാണെങ്കിൽ അപ്പർ ലിഡ് കൂടെ എഴുതി കൊടുക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് മേലെയായിട്ട് ഐ ഷാഡോ എല്ലാം കൊടുത്ത് കണ്ണ് കൂടുതൽ ഭംഗിയാക്കാവുന്നതാണ്. പക്ഷേ ഞാൻ സാധാരണ ഐ ഷാഡോ അതുപോലുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. കീഴെ മാത്രം ഒരു ഐ സ്റ്റിക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നീട് നമ്മൾ കണ്ണ് ഞാൻ ഇത് മാത്രമേ എഴുതുന്നുള്ളേ. ഞാൻ മേലെ ഒന്നും ഐ ഷാഡോ അതുപോലുള്ള ഒന്നും ഉപയോഗിക്കാറില്ല. ജസ്റ്റ് കണ്ണിങ്ങനെ ഇത് മാത്രം സ്റ്റിക്ക് മാത്രം വെച്ചിട്ട് കീഴെ മാത്രമേ എഴുതാറുള്ളൂ, മേലെയും എഴുതാറില്ല. പിന്നെ നമ്മൾ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ്. അത് മാക്കിൻ്റെ ആണ്. അടുത്തത് നമ്മളിങ്ങനെ കോമ്പാക്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റിനിയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് നമുക്ക് ട്രാവലിങ്ങിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു ലിപ്സ്റ്റിക്കാണിത്. കാരണം ഇതിൽ 10 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയുമുള്ള. അപ്പം നമുക്ക് ചെറിയൊരു ബോക്സായിട്ട് അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇത് മാറ്റ് ഫിനിഷ്ഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. വൈറ്റമിൻ ഇ റിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്സിന് ഇത് അത്രയ്ക്ക് ഹാംഫുള്ളല്ല. പിന്നെ ലോങ് ലാസ്റ്റിംഗ് നിൽക്കും. നമ്മൾ ഫുഡ് കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് പോവാതിരിക്കും. എനിക്കത് ഈ റിനിയുടെ ലിപ്സ്റ്റിക്ക് ട്രാവലിങ്ങിൽ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. സാധാരണ ചെറിയ ഷോർട്ട് ടൈം മാത്രമേ ഞാൻ മേക്കപ്പ് ഇടുന്നുള്ളെങ്കിൽ ഞാൻ ലാക്മേയുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ഫോക്സ് ടെയിലിൻ്റെ ഒരു മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വന്ന് നമുക്ക് മേക്കപ്പ് ഇട്ടത് ഒലിച്ചൊഴുകാതിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ പൊതുവെ ചൂടത്തെല്ലാം നമ്മൾ പോകുമ്പോഴേക്കും ഇട്ട മേക്കപ്പ് അങ്ങനെ ഒലിച്ചൊഴുകാൻ തുടങ്ങും. പക്ഷേ ഇതുപോലെ ഈ ഫിക്സിങ് സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അനങ്ങാതിരിക്കും. പിന്നെ പൊട്ടില്ലാതെ നമുക്ക് മേക്കപ്പ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് ഞാനൊരു പൊട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജോൾസ് എടുത്തു. അപ്പോൾ ജോൾസിൽ എനിക്ക് തോന്നി കമ്മലായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ജീൻസാണ്. അപ്പോൾ റിങ്സ് ആയിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ട് റിങ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് റിങ്സ് ഉണ്ട്. അപ്പോൾ ജീൻസിൻ്റെ കൂട്ടത്തിൽ അധികവും ഞാൻ ഇതുപോലുള്ള റിങ്സാണ് സെലക്ട് ചെയ്തെടുക്കാറുള്ളത്. അതെനിക്ക് കുറച്ചൊരു കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. പിന്നെ കഴുത്തിൽ ഞാൻ ജസ്റ്റ് ഒരു നെക്ക് കഫാണ് ഉപയോഗിക്കുന്നത്. ഒരു വെള്ള പേളിൻ്റെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഞാൻ എവിടെയോ ട്രാവൽ ചെയ്തപ്പോൾ വാങ്ങിയതാണ്. മിക്കവാറും ഞാനത് നിറയെ തവണ അധികമായിട്ടും ജീൻസിൻ്റെ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതാണത്. മിക്കവാറും എൻ്റെ ഫോട്ടോസിലും വീഡിയോസിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. കാരണം ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. 2 മുത്തുള്ള ഒരു നെക്ക് കഫാണിത്.
അപ്പോൾ അതും ഇട്ടു. അതിന് ശേഷം നമ്മളൊന്ന് മുടിയെല്ലാം ഒന്ന് കോംബ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അത്രയൊക്കെയുള്ള എൻ്റെ മേക്കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാൻ മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. റിങ്സ് ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ജീൻസ് ആയതുകൊണ്ടിട്ട് ഇങ്ങനത്തെ നെക്ക് കഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു മേക്കപ്പാണിത്. ഞാൻ ബ്ലഷസ് വേറെ ഐ ഐ ഷാഡോ അതുപോലെ ഒരു സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു മേക്കപ്പാണിത്. ഞാൻ ബ്ലഷസ് വേറെ ഐ ഐ ഷാഡോ അതുപോലെ ഒരു സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.